ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നവോദയ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ LCM ആൻഡ് HCF എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. LCM ആൻഡ് HCF. ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് LCM HCFും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങനെ LCMും HCFും കണ്ടുപിടിക്കാം. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. LCM HCFും തമ്മിലുള്ള രണ്ടിൻ്റെയും പ്രോഡക്റ്റ്, LCMൻ്റെ HCFൻ്റെയും പ്രോഡക്റ്റ് എന്തിനു തുല്യമാണ്? ഏതെങ്കിലും രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റിന് തുല്യമാണ്. ആ രണ്ട് നമ്പറിൻ്റെ LCM HCFും ആ നമ്പറിൻ്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. LCM കാണാൻ ഈ പ്രോഡക്റ്റ് ടു നമ്പേഴ്സിന് HCF ഉണ്ട്. അതായത് ഇവിടെ കിടക്കുന്ന HCF ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ മതി. HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി HCF കാണാനോ പ്രോഡക്റ്റ് ടു നമ്പേഴ്സിനെ LCM കൊണ്ട്, അതായത് ഇവിടെ കിടക്കുന്ന LCMനെ താഴേക്കെടുത്താൽ മതി. ഇനി മൂന്നാമതൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, അതർ നമ്പർ കാണാനോ. LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ ദ നമ്പർ ഗിവൺ. LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ ദ നമ്പർ ഗിവൺ. ഇനി നമുക്കിത് വെച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്ന്, ദി HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 72 ആൻഡ് 180 ഈസ് 36. നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 72, 180. ഈ നമ്പറിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 36 ആണ്. ദെൻ ദർ LCM ആണ് കാണേണ്ടത്. LCM കാണണം. അപ്പോൾ LCM കാണാനുള്ള ഇക്വേഷൻ LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF. പ്രോഡക്റ്റ് ടു നമ്പേഴ്സ് ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണം, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് നവോദയയുടെ പരീക്ഷയ്ക്ക് LCM ആൻഡ് HCF എന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഡിവൈഡഡ് ബൈ HCF. LCM കാണേണ്ടതെങ്കിൽ HCF കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 72 രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 72 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 36. 72 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 36 എന്ന് വരും. ഇനി 36 72ൽ 2 ടൈംസ് 180 ഇൻറ്റു 2 18 ഇൻറ്റു 2 36. 180 ഇൻറ്റു 2 360. അപ്പോൾ 360 ആയിരിക്കും എൻ്റെ LCMൻ്റെ ആൻസർ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കിവിടെ പരിചയപ്പെടാം. ദ HCF ആൻഡ് LCM ഓഫ് ടു നമ്പേഴ്സ് ആർ 4 and 48 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്നതാണ് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ HCF 4, LCM 48, LCM 48. രണ്ടാമത് തന്നിരിക്കുന്നത് യഥാക്രമം എന്നാണ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം അതായത് HCF ആദ്യം പറഞ്ഞിരിക്കുന്നത് LCM രണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്പർ HCF, രണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ LCM ആയിരിക്കും റെസ്പെക്റ്റീവ്. ഈ വൺ ഓഫ് ദി നമ്പേഴ്സ് ഈസ് 12. അതിലൊരു നമ്പർ, അതായത് ഇഫ് ദ പ്രോഡക്റ്റ് ടു നമ്പേഴ്സ് രണ്ട് നമ്പറിൻ്റെ HCF LCM നമുക്ക് തന്നിരിക്കുന്നത്, അതിലൊരു നമ്പർ 12 ആണെങ്കിൽ മറ്റേ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതർ നമ്പർ കാണാൻ നമ്മൾ മുകളിൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർ നമ്പർ ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF, LCM ഇൻറ്റു HCF ഡിവൈഡഡ് ബൈ ദ നമ്പർ ഗിവൺ. തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് LCMൻ്റെ HCFൻ്റെ പ്രോഡക്റ്റിനെ ദ ഗിവൺ നമ്പർ, തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 4 and 48. അപ്പം LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 12. നമ്മളിത് കട്ട് ചെയ്യാം. 12ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 3 ടൈംസ്. ഇനി 42ൽ എത്ര 48ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കണം, 3 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 16 3s are, അതായത് 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, അല്ല 16ൻ്റെ ടേബിൾ പഠിച്ചിരുന്നാൽ മതി. 1 ടൈം 3 18, 6 3s are 18. അപ്പം അതർ നമ്പർ ഇവിടെ അതർ നമ്പർ 16 വരും, ഈസ് ഈക്വൽ ടു 16. അപ്പം മറ്റേ നമ്പർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് പഠിക്കുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.